ಆ ಸಸ್ಪೆಕ್ಟ್ ಅಲ್ಲ ಅವನ ಲಾಕಪ್ ಅಲ್ಲಾಕ ಆ ಕೊಡಿ ಎಲ್ಲ ಸತ್ಯ ಬರುತ್ತೆ ನನ್ನ ಮಗನಿಗೆ. ಕಾನ್ಸ್ಟೇಬಲ್ ಒಂದು ಟೀ ತಗೊಂಬ. ನಿಮ್ಮ ಕೇಸ್ ಇಷ್ಟರಲ್ಲಿ ಇರಲಿ. അളിയ ആ സി ഐ ആജിമസ്താനെ ഒറ്റയടിക്ക് മൂത്രം ഒഴിപ്പിച്ചതാ. 3-ാം ദിവസം അയാൾക്ക് മൂത്രം പോകാതെ IC കിടന്ന് മടിയായെന്ന് അറിഞ്ഞത്. മൂത്രമൊക്കെ അടിക്കേണ്ടി വരും തോന്നുന്നില്ല എനിക്ക്. ಏನು ಅನ್ಕೊಂಡಿದ್ದೀರಾ? ಆಚೆ ತರ ಬಂದೆ. ಓ ಇವರದು. ಸರ್ ಇವರು ಮಲಯಾಳಿಗಳು ಸರ್. ಓ ಮಲಯಾಳಿ ಏನಲ್ಲ തിന്നിದ್ದೆಲ್ಲ എല്ലിൻ്റെ ഇടയിൽ കയറിത്താ? അല്ല സർ. அந்த செகண்ட் அடிச்சு போட்டு போதங்கெடுத்து பெண்ணை ரேப் செய்யல നിങ്ങളുടെ പ്ലാൻ. ലോഫർ നട മക്കളാ നീനാ ഈ സംഘത്തലവൻ? പിന്നാറാ? ഇല്ല സർ, ഞങ്ങൾക്ക് തലവനില്ല സർ. അതെയാക്കെ ഞങ്ങൾക്ക് സംഘമില്ല സർ. ಏನೋ ಇದು? ಇದು ಪಲ್ಲಲ್ವಾ? ನಿನಗದಡಕಡ ಪಲ್ಲು? അതവന്റെ 33-ാമത്തെ പല്ല സർ. ಏಯ್ ಸರ್, ಅವರೆನ್ನೇ ಹೊಡೆದ್ರು. ಅದಕ್ಕಾಗಿ ಏನು ಮಾಡಲಿ? ಓ ನಿನಗೆ ನಾ ಇವ್ರು ಹೊಡೆದಿತ್ತು ಕಂಪ್ಲೇಂಟ್ ಹೊಡೆದಿತ್ತು ನಂಬಿದ್ದಿ. ಬಾಕಿ ನಾನು നോക്കിക്കോളാം. അല്ല സാറേ, ഞങ്ങൾക്ക് കംപ്ലൈൻ്റ് ഇല്ല. ഇവളുടെ ഫ്രണ്ട്സാ ഈ ನನ್ನ മക്കള. അതെ സാർ, ഒരു അബദ്ധം പറ്റിയതാ. സാറ് വെറുതെ വിടണം. ಕಾನ್ಸ್ಟೇಬಲ್ ಅವ್ರು ಹೋಗ್ಲಿ ಬಿಡಪ್ಪ, ಕಳಿಸ್ಬಿಡು. ಹೋಗ್ಯಾ ಎಲ್ಲಿಂದಲ್ಲ ಬರ್ತಾರೆ ನನ್ನ ಮಕ್ಕಳು. നിക്ക്, പുറത്തെൻ്റെ കാറ് കിടപ്പുണ്ട്. ಕಾನ್ಸ್ಟೇಬಲ್ പോയി കേറ്. ನಿಮಗೆಲ್ಲ ಒಂದು ಕೆಲಸ ಮಾಡಿದ್ರೆ എന്നെ തല്ലിയിട്ട് അങ്ങനെ അങ്ങ് പോയാലോ? സീനൊക്കെ അത് മര്യാദക്ക് വണ്ടി കയറും. ಹೋಗ್ಯಾ ನೆಕ್ಸ್ಟ್ ಕೇಸ್ ಯಾವುದು? ചേട്ടാ AC ഒന്ന് കൂട്ടിയിടുവോ? പുറയിലേക്ക് തണുപ്പ് കിട്ടുന്നില്ല. ടൂറോ അല്ല, തല്ലാൻ കൊണ്ടുപോവാ. എന്നാ ചൂട് മതി അല്ലേ? നിങ്ങളുടെ പെർഫോമൻസ് എല്ലാം കൊള്ളാം, പക്ഷെ പോയതെൻ്റെ ഒരു പല്ല. ഈ 4 പേര് ചേർന്ന് ഒരാളെ തല്ലുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. ഒറ്റയ്ക്കൊറ്റയ്ക്ക് തല്ലിയാ എനിക്ക് ശീലം. പല്ലൊരെണ്ണം എന്തായാലും ഞാൻ എടുക്കും. ആരുടെയാ? അത് ആരുടെ വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചു. എല്ലാരും ഇറങ്ങിയോ? എല്ലാരും പല്ല് കൊടുക്കണോടാ? അപ്പൊ എങ്ങനെ, ആരാ ആദ്യം? ഇവനാണ് പോണ. അന്നതങ്ങനെ പറ്റിപ്പോയി. തിരിച്ചല്ലേ തീരുന്നുണ്ടെങ്കിൽ എന്നെ തല്ലിക്കോ, പക്ഷെ ഇവന്മാരൊന്നും ചെയ്യരുത്. അങ്ങനെ നീ ഒറ്റയ്ക്ക് തല്ലുകൊള്ളണ്ട. തല്ലി തീർക്കാനാണ് തല്ലട്ടെ. തല്ലാനോ കൊല്ലാനോ ഒന്നും കൊണ്ടുവന്നല്ല. വാ, രാജേഷിനോട് കുറച്ച് സംസാരിക്കണം. വേറൊന്നുമല്ല, ചാരുൻ്റെ കാര്യം. എടോ, താൻ കരുതുന്നതിൽ ഇഷ്ടമല്ല ചാരും തന്നോടുള്ളത്. അത് തുറന്നു പറയാൻ നമുക്ക് ബുദ്ധിമുട്ട് കാണും. ചാരുവിനെ എനിക്കറിയാം. തന്നെ പോലെ ഒരാളോട് അവൾക്കൊരിക്കലും ഇഷ്ടം തോന്നില്ല. എന്തിനു വെറുതെ? ഒരു നല്ല ഫ്രണ്ടായിട്ടിരുന്നാ പോരെ? ചാരു, രാജേഷ് ഇനി ഒരു ശല്യം ഉണ്ടാക്കില്ല. എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലേ?